നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെയും അദ്ദേഹത്തിന്റെ അസാധാരണ അന്വേഷണ ശൈലിയെക്കുറിച്ചുമൊക്കെ ഭാരത് ലൈവ് മാസങ്ങൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ബൈജു പൗലോസിന് ഈ കേസിൽ അനാവശ്യമായ താല്പര്യമുണ്ട്. വഴിവിട്ട പല പ്രവൃത്തികളും ബൈജു പൗലോസ് ഈ കേസിന്റെ അന്വേഷണത്തിനിടയിൽ ചെയ്തിട്ടുണ്ട്. തന്നെ വധിക്കാൻ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന സ്വന്തം പരാതി പോലും അന്വേഷിക്കുന്നത് ബൈജു പൗലോസ് ആണെന്ന വിചിത്രമായ രീതിയും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പുലിവാല് പിടിച്ച അവസ്ഥയിലാണിപ്പോൾ ബൈജു പൗലോസ്. വാലിൽ നിന്ന് പിടിവിട്ടാൽ പുലി കടിക്കും. അതുകൊണ്ട് കഴിയുന്നത്രയും പുലിയുടെ വാലിൽ പിടിച്ച് വട്ടം കറങ്ങുകയേ നിവൃത്തിയുള്ളൂ. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ പുലിയുടെ വാലിലെ പിടിവിട്ടേ മതിയാകൂ ബൈജു പൗലോസെ. ഇന്നലെ ഈ ബൈജു പൗലോസിനെതിരെ വിചാരണ കോടതി ജഡ്ജി ഹണിയും വർഗീസ് അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഇന്നലെ കോടതി കേസ് പരിഗണിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസ് നേരിട്ട് ഹാജരാകാത്തതിനെ വിചാരണ കോടതി വിമർശിച്ചു. ഇന്നലത്തെ നടപടികൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വിചാരണ നടപടികളിൽ സഹകരിക്കാതെ ബൈജു പൗലോസ് കോടതിക്ക് പുറത്ത് കറങ്ങി നടക്കുകയാണെന്നും കോടതി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി രേഖകൾ ചോർത്താൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞ വിചാരണ കോടതി ജഡ്ജി ബൈജു പൗലോസിന് സ്ഥാപിത താല്പര്യങ്ങളുണ്ടോ എന്നും ചോദിച്ചു. ഇതേ ചോദ്യം കേരളത്തിലെ പൊതുസമൂഹം കുറെ കാലമായി ചോദിക്കുന്നതാണ്. ഇന്നലെ ബൈജു പൗലോസ് വിചാരണ കോടതിയുടെ പരിസരത്തുണ്ടായിരുന്നു എന്നും ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് മുങ്ങിയതാണെന്നും ഞങ്ങൾ പറയുന്നു. നിഷേധിക്കാൻ കഴിയുമോ ബൈജു പൗലോസിന്? നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിലെ ലൈസൺ ഓഫീസറെ സ്വാധീനിച്ച ബൈജു പൗലോസ് മൊബൈലിൽ പകർത്തി റിപ്പോർട്ടർ ചാനലിന് കൊടുത്തിരുന്നു. ഇക്കാര്യം ഈ പോലീസുകാരൻ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. നോക്കൂ, എന്തൊരു ഗുരുതരമായ നടപടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന്. കേസുമായി ബന്ധപ്പെട്ട് രഹസ്യമായിരിക്കേണ്ട പല വിവരങ്ങളും റിപ്പോർട്ടർ ചാനലിലൂടെ പുറത്തു വന്നിരുന്നു. അന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു, അന്വേഷണ സംഘം രേഖകൾ ചോർത്തി റിപ്പോർട്ടർ ചാനലിന് കൊടുക്കുകയാണെന്ന്. അക്കാര്യം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയുമാണല്ലോ. ഞങ്ങൾ പറയുന്നു, ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടില്ല. അങ്ങനെ നീതി കിട്ടാതിരിക്കുന്നതിന്റെ ഒരേയൊരു കാരണക്കാരൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഈ ബൈജു പൗലോസ് തന്നെയാണ്. ചിലരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കു വേണ്ടി 8ാം പ്രതിയായ ദിലീപിനെ ശിക്ഷിക്കുന്നതല്ല ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെടുക എന്നതാണ്. പിന്നിൽ ആരാണെന്നുള്ളത് എന്നതിനേക്കാൾ ഉപരി കൃത്യം ചെയ്ത പൾസർ സുനി പോലും രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് ബൈജു പൗലോസിന്റെ അന്വേഷണം ചെന്നു നിൽക്കുന്നത്. കേരളത്തിലെ പോലീസ് സേനയെ ഒന്നടങ്കം നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ബൈജു പൗലോസ്. ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെയും നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ബൈജു പൗലോസ്. കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന സൂപ്പർ മുഖ്യമന്ത്രി പി ശശിയെ പോലും വീണ്ടും ശശിയാക്കുകയാണ് ബൈജു പൗലോസ്. ഒരു നോട്ടീസ് കൊടുത്താലോ ഒന്ന് ഫോൺ ചെയ്താലോ പോലും ദിലീപ് ഹാജരാകുമെന്നിരിക്കെ കേരളത്തിലെ സകല ചാനലുകളുടെയും OB വാനുമായി അന്വേഷണ സംഘം ദിലീപിന്റെ വീടിന് മുന്നിലെത്തിയതും വിളിച്ചാൽ ഗേറ്റ് തുറക്കുമെന്നിരിക്കെ അതിന് മെനക്കെടാതെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പട്ടി ഷോ കാണിക്കാനായി ഒരു പോലീസുകാരൻ ഗേറ്റ് ചാടി കടന്നതുമൊക്കെ പൊതുജനങ്ങൾ കണ്ടതാണ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദിലീപിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം എത്തിയത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം അറിഞ്ഞത് എങ്ങനെയാണ്? 2, ചാനലുകൾക്ക് തത്സമയ സംപ്രേഷണത്തിന് തയ്യാറാകാൻ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വേണം. മാധ്യമങ്ങൾ തത്സമയ സംപ്രേഷണത്തിന് തയ്യാറാകുന്നത് വരെ അന്വേഷണ സംഘം കാത്തിരുന്നത് തന്നെ ദിലീപിനെ പൊതുജനങ്ങളുടെ മുന്നിൽ പരമാവധി നാണം കെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ലേ? എന്നിട്ട് ദിലീപിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതോ ദിലീപിന്റെ ഇളയ മകൾ മഹാലക്ഷ്മിയുടെയും സഹോദരിയുടെ കുഞ്ഞിന്റെയും കളിപ്പാട്ടങ്ങളും. കേരളത്തിലെ പൊതുസമൂഹമേ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ ബാലചന്ദ്രകുമാർ പറയുന്നതെല്ലാം സത്യമാണെന്ന്? മരണപ്പെട്ടു പോയ ഒരു ഗാനരചയിതാവിന്റെ ശിങ്കിടിയായിരുന്ന ബാലചന്ദ്രകുമാർ അദ്ദേഹം ഇല്ലാത്ത അവസരത്തിൽ ഒരു പാവം സ്ത്രീയെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തെന്നുള്ള ആ സ്ത്രീയുടെ പരാതി കള്ളമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഈ ബാലചന്ദ്രകുമാറിനെ വിശുദ്ധനാക്കി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയായിരുന്നു പോലീസ്. തന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്തിട്ടും വൈക്കം CI കൃഷ്ണൻ പോറ്റി എന്തിനാണ് വീണ്ടും വീണ്ടും ബാലചന്ദ്രകുമാർ പീഡിപ്പിച്ച അതിജീവിതയെ ആലുവ പോലീസ് ക്ലബിലേക്ക് നിരന്തരം വിളിക്കുന്നത്? എന്തിനാണ് ദിലീപിന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്ന സീരിയൽ നടനെ ബൈജു പൗലോസ് ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിപ്പിച്ചത്? എത്ര തവണയാണ് അന്വേഷണത്തിനായി വീണ്ടും വീണ്ടും സമയം നീട്ടി ചോദിച്ചത്? ബൈജു പൗലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസിനെയും സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും നാണം കെടുത്തുക മാത്രമല്ല, ഓരോ പൗരന്റെയും ആശ്രയമായ കോടതിയുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും വിശ്വാസ്യതയും ഇയാൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പൊതുസമൂഹം നടിയെ ആക്രമിച്ച കേസിന്റെ നാൾ വഴികളിലൂടെ ഒന്ന് കണ്ണോടിക്കണം. അപ്പോഴറിയാം ദിലീപ് എന്ന ഒരു വ്യക്തിയെ കുറ്റവാളിയാക്കാൻ ആർക്കൊക്കെയോ വേണ്ടി ബൈജു പൗലോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമമായിരുന്നു ഈ അന്വേഷണമെന്ന്. ഈ കേസുമായി ബന്ധപ്പെട്ട മരണപ്പെട്ടുപോയ ഒരു രാഷ്ട്രീയക്കാരന്റെ മകനെ മയക്കുമരുന്ന് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട് ഈ അന്വേഷണ സംഘത്തിൽ. ആ കഥയൊക്കെ ഇനിയും പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കണോ?
മരണപ്പെട്ടുപോയ ഈ രാഷ്ട്രീയ നേതാവ്, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, തന്റെ ചാനലിൽ ദിലീപ് പണം നിക്ഷേപിക്കാത്തത് കൊണ്ട് അമർഷം പൂണ്ട ഒരു ചാനൽ മുതലാളി, മുൻ ഭാര്യയുടെ സുഹൃത്തായ വനിതാ IPS ഓഫീസർ ബാലചന്ദ്രകുമാർ, തന്നെ ചെക്ക് കേസിൽ അകത്ത് കിടത്തിയ ദിലീപിനോട് സ്വാഭാവികമായും വൈരാഗ്യം തോന്നുന്ന സിനിമാ നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ സാമ്പ്രാണി തിരിയുടെ പേര് സ്വന്തം പേരിനൊപ്പം കൊണ്ടു നടക്കുന്നയാൾ, ഇവരൊക്കെ ദിലീപുമായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വൈരാഗ്യമുള്ളവരാണ്. പിന്നെ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മനുഷ്യക്കോലങ്ങൾ സ്വയം പബ്ലിസിറ്റിക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ്. അത് കാര്യമാക്കേണ്ടതില്ല. ഈ കേസ് ഹണിയും വർഗീസ് തന്നെ പരിഗണിക്കണമെന്നാണ് ഇന്നലെ പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് തുടരന്വേഷണം പൂർത്തിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ രണ്ടാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് ഇന്നലെ കേസ് പരിഗണിച്ചത്. ഇനി കേസ് 19-ന് വീണ്ടും പരിഗണിക്കും. ബൈജു പൗലോസ്, ഈ സേനയുടെ തന്നെ പുഴുക്കുത്താണ് നിങ്ങൾ. കാക്കിയിട്ട് അന്തസ്സോടെയും അഭിമാനത്തോടെയും ജോലി ചെയ്യുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ നാണം കെടുത്തുകയാണ് നിങ്ങൾ ഒറ്റയൊരാൾ. ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മാത്രമായിരിക്കും അതിനുത്തരവാദി. നിങ്ങൾ മാത്രം, അത് മറക്കരുത്. വെറുതെ ഇരിക്കുമ്പോൾ നമ്പി നാരായണന്റെയും സിബി മാത്യൂസിന്റെയും കഥയൊന്ന് വായിച്ചു നോക്കണം. ഒരാളെ, അയാൾ നിരപരാധിയോ അപരാധിയോ ആയിക്കോട്ടെ, അധികാരത്തിന്റെ പിൻബലം വെച്ച് പിന്നാലെ നടന്ന് ദ്രോഹിച്ചാൽ അവന് മടങ്ങിയിരിക്കില്ല. നിങ്ങളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അതേ മജ്ജയും മാംസവും കൊണ്ടാണ് അവനെയും നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന ചോരയുടെ അതേ നിറം തന്നെയാണ് അവന്റെ ചോരയ്ക്കും, ചുവപ്പ. അപ്പോൾ എത്രത്തോളം നിങ്ങൾ അവനെ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നോ അതിലും ഇരട്ടി ശ്രമം അവൻ ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തും. എന്തായാലും അന്തിമ വിജയം സത്യത്തിനു തന്നെയായിരിക്കും. ബൈജു പൗലോസ്, DGPയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ആഭ്യന്തര വകുപ്പിനോടും ചോദിക്കാനുള്ളത്, ബൈജു പൗലോസ് ക്രൈംബ്രാഞ്ചിലെ ഒരു DYSP മാത്രമാണ്. ഇയാൾക്ക് മുകളിലാണോ സാർ IG-യും ADGPയും DGPയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമൊക്കെ? കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരിടത്ത് പോലും ഇത്രയും നാണം കെട്ട ഒരു കേസന്വേഷണവും അന്വേഷണ ഉദ്യോഗസ്ഥനുമില്ല. കോടതിയുടെ രേഖ പോലും മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത ഇയാൾ സേനയുടെ രഹസ്യങ്ങൾ പോലും ആവശ്യമുള്ളവർക്ക് ചോർത്തിക്കൊടുക്കില്ലെന്ന് എന്തുറപ്പുണ്ട് സാർ നിങ്ങൾക്ക്? എന്തിനാണ് സാർ ഇനിയും ഇങ്ങനെ ഇയാളെ കയറൂരി വിട്ടിരിക്കുന്നത്? നിയമം പാലിക്കാൻ ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അത് ലംഘിക്കുകയാണ് ഇവിടെ. ബൈജു പൗലോസ്, നിങ്ങൾ ഒരു ക്രൈസ്തവ വിശ്വാസിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുമല്ലേ? നിങ്ങളുടെ വക്രബുദ്ധി കൊണ്ട് ദിലീപ് ഒരു നിരപരാധിയാണെങ്കിൽ കൂടി അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു മനസ്താപവും തോന്നില്ലേ? ഒരു നിരപരാധിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് ചെയ്യാത്ത കുറ്റത്തിന് അയാളെ ജയിലിൽ അടച്ചിട്ട് നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസാക്ഷിയില്ലെന്ന് ഞാൻ പറയും. ഇന്നലെ കോടതിയിൽ നിന്ന് പോലും മുങ്ങിയില്ലേ ബൈജു പൗലോസ് നിങ്ങൾ? ഇനിയെങ്കിലും പോയെന്ന് കുമ്പസാരിക്കുക. അങ്ങനെയെങ്കിലും ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷയിൽ വല്ല ഇളവും കിട്ടട്ടെ. പിന്നെ ഒരു കാര്യം കൂടി, നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ കോടതിയുടെ കസ്റ്റഡിയിലുള്ള പെൻഡ്രൈവ് കണ്ട ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇനി തിരിഞ്ഞ് ചിന്തിക്കണ്ട, കള്ളൻ കപ്പലിൽ തന്നെയാണ്. आइए बनाते हैं आत्मनिर्भर भारत, आइए मनाते हैं भारत की आजादी का अमृत महोत्सव।